മിക്ക ആളുകളും ഇനി 30 ദിവസത്തിനു ശേഷവും അതേ ആളുകളായിരിക്കും. അതേ ശീലങ്ങൾ, അതേ കാരണം പറഞ്ഞൊഴിവാക്കൽ, അതേ സമയം പാഴാക്കൽ. ദിവസങ്ങൾ കടന്നുപോകും, പക്ഷേ ജീവിതം മാറില്ല. പക്ഷേ നിനക്കതുപോലെ ആയിരിക്കേണ്ടതില്ല. കാരണം വെറും 30 ദിവസങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യൻ പൂർണ്ണമായി മാറാൻ കഴിയും. അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ. അത് ഭാഗ്യം കൊണ്ടല്ല, അത് സാഹചര്യങ്ങൾ കൊണ്ടല്ല, നീ വ്യത്യസ്തമായി ജീവിക്കാൻ തീരുമാനിക്കുന്നതിനാലാണ്. ഇപ്പോൾ നിന്റെ ഏറ്റവും വലിയ ശത്രു പരാജയമല്ല, സൗകര്യം. രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കൈ ആദ്യം തേടുന്നത് ഒരു ഫോൺ. 1 മിനിറ്റ് മാത്രം. പക്ഷേ ആ 1 മിനിറ്റ് മണിക്കൂറുകളായി മാറുന്നു. നാളെ തുടങ്ങാം, ഇപ്പോൾ സമയമില്ല. എന്നിട്ട് നീ കാത്തിരിക്കുന്നു മോട്ടിവേഷൻ വരാൻ, ശരിയായ സമയം വരാൻ. പക്ഷെ സത്യമെന്താണെന്നറിയാമോ? ആ സമയം ഒരിക്കലും വരില്ല. ദിവസങ്ങൾ ആഴ്ചകളാകുന്നു, ആഴ്ചകൾ മാസങ്ങളാകുന്നു, മാസങ്ങൾ വർഷങ്ങളാവുന്നു. അറിയാതെ തന്നെ നിന്റെ ജീവിതം പതിയെ പതിയെ സാധാരണത്തിലേക്ക് മങ്ങിപ്പോകുന്നു. പക്ഷേ ഉള്ളിൽ നിനക്കറിയാം, നിനക്കിതിലും കൂടുതൽ കഴിയും. അതുകൊണ്ട് നിനക്ക് വേണ്ടത് സൗകര്യപ്രദമായ ശീലങ്ങളല്ല, ബ്രൂട്ടൽ ശീലങ്ങൾ. ഇവയാണ് ആ 6 ശീലങ്ങൾ. ആദ്യ ശീലം: രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അലാറം മുഴങ്ങുന്ന നിമിഷം നിന്റെ മനസ്സ് പറയും, ഇനി 5 മിനിറ്റ്. പക്ഷെ ആ നിമിഷത്തിലാണ് ഡിസിപ്ലിൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ ശീലം: ഡിസ്ട്രാക്ഷനുകളെ നിയന്ത്രിക്കുക. ഫോൺ, അവസാനമില്ലാത്ത സ്ക്രോളിംഗ്, പ്രയോജനമില്ലാത്ത കോണ്ടന്റ്, ഓൺലൈനിൽ പാഴാക്കുന്ന ഓരോ മണിക്കൂറും നിനക്ക് വേണ്ട ജീവിതത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സമയമാണ്. മൂന്നാമത്തെ ശീലം: ശരീരം ശക്തമാക്കുക. വ്യായാമം ചെയ്യുക, ഓടുക, ശരീരം നീക്കുക. കാരണം ശരീരം ശക്തമാകുമ്പോൾ മനസ്സും ശക്തമാകും. നാലാമത്തെ ശീലം: മോട്ടിവേഷൻ ഇല്ലാത്തപ്പോഴും ജോലി ചെയ്യുക. മോട്ടിവേഷൻ ഉള്ളപ്പോൾ ആർക്കും ജോലി ചെയ്യാം. പക്ഷേ വിജയിക്കുന്നവർ മോട്ടിവേഷൻ ഇല്ലാത്തപ്പോഴും മുന്നോട്ടു പോകുന്നവരാണ്. അഞ്ചാമത്തെ ശീലം: ദിവസവും പഠിക്കുക, വായിക്കുക, പഠിക്കുക. നിന്റെ മനസ്സ് വളർത്തുക. കാരണം നീ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ നിനക്കില്ലാത്ത അറിവ് വേണം. ആറാമത്തെ ശീലം: സ്വയം നൽകിയ വാക്കുകൾ പാലിക്കുക. നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. കാരണം പറഞ്ഞൊഴിഞ്ഞു മാറരുത് ഒരിക്കലും. ഇതാണ് ഐഡന്റിറ്റി മാറുന്ന വഴി. ഒരു വലിയ നിമിഷം കൊണ്ടല്ല, ചെറിയ തീരുമാനങ്ങൾ ദിവസവും ആവർത്തിക്കുമ്പോൾ. ആദ്യത്തിൽ അത് കഠിനമായിരിക്കും, നിന്റെ മനസ്സെതിർക്കും. പക്ഷെ നീ തുടരുകയാണെങ്കിൽ ഒരു ദിവസം ആളുകൾ പറയും, നീ മാറി. പക്ഷെ അവർ കാണാത്തത് ആ രാവിലെ എഴുന്നേൽക്കുകളാണ്, ആ നിശബ്ദമായ പരിശ്രമമാണ്, ആരും കാണാത്തപ്പോൾ എടുത്ത തീരുമാനങ്ങളാണ്. 30 ദിവസങ്ങൾ നിന്റെ മുഴുവൻ ജീവിതം മാറ്റില്ല. പക്ഷേ 30 ദിവസത്തെ ബ്രൂട്ടൽ ഡിസിപ്ലിൻ നീ ആകുന്ന വ്യക്തിയെ മാറ്റും. ഐഡന്റിറ്റി മാറുമ്പോൾ ജീവിതവും മാറും. അതിനാൽ അടുത്ത തിങ്കളാഴ്ച കാത്തിരിക്കരുത്, അടുത്ത വർഷം കാത്തിരിക്കരുത്. ഇന്ന് തുടങ്ങുക. കാരണം അടുത്ത 30 ദിവസങ്ങളിൽ നീ ആകുന്ന വ്യക്തി നീ ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിലാണ് ആശ്രയിക്കുന്നത്.